ഹലോ ഗൈസ്. അങ്ങനെ ഞങ്ങൾ നോർവേയുടെ നാഷണൽ ഡേയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മെയ് 17 നോർവേയുടെ ദേശീയ ദിനം. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് നോർവേയുടെ ദേശീയ ദിനമായ മെയ് 17 കുറിച്ചാണ്. നോർവേയിൽ ഈ ദിവസം വളരെ വലിയ ആഘോഷമായി ആചരിക്കുന്നു. നോർവീജിയൻ ഭാഷയിൽ ഇതിനെ സ്വപ്നമേ എന്നാണ് വിളിക്കുന്നത്. ഈ ദിനത്തിന്റെ പ്രത്യേകത എന്താണെന്നറിയോ? 1814 മെയ് 17 നോർവേയുടെ ഭരണഘടന ഒപ്പുവെച്ചു. അന്നു മുതൽ ഈ ദിവസം നോർവേയുടെ സ്വാതന്ത്ര്യത്തിന്റെയും ജനാധിപത്യത്തിന്റെയും പ്രതീകമായി മാറി. ലോകത്തിലെ പല രാജ്യങ്ങളിലും ദേശീയ ദിനം സൈനിക പരേഡുകളും ആയുധ പ്രദർശനങ്ങളുമായി ആഘോഷിക്കാറുണ്ട്. പക്ഷേ നോർവേയുടെ ദേശീയ ദിനം വ്യത്യസ്തമാണ്. ഇവിടെ കുട്ടികൾക്കാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകുന്നത്. ഈ ദിവസം രാജ്യത്താകമാനം കുട്ടികളുടെ പരേഡ് നടക്കും. ചെറിയ കുട്ടികൾ മുതൽ വലിയ വിദ്യാർത്ഥികൾ വരെ നോർവേയുടെ പതാകകൾ കയ്യിൽ പിടിച്ച് പാട്ടുപാടി നടക്കുന്നു. കുടുംബാംഗങ്ങളും നാട്ടുകാരും വഴിയരികിൽ നിന്ന് അവരെ പ്രോത്സാഹിപ്പിക്കുന്നു. നോർവേയിൽ ഈ ദിവസം ആളുകൾ ബുണാഡ് എന്ന പരമ്പരാഗത വസ്ത്രം ധരിക്കുന്നു. ഓരോ പ്രദേശത്തിനും സ്വന്തം ഡിസൈനുള്ള ബുണാഡുകളുണ്ട്. പുരുഷന്മാരും സ്ത്രീകളും കുട്ടികളും അഭിമാനത്തോടെ ഇത് ധരിക്കുന്നു. മെയ് 17 മറ്റൊരു രസകരമായ കാര്യം ഭക്ഷണങ്ങളാണ്. കുട്ടികൾ ഐസ്ക്രീം, ഹോട്ട് ഡോഗ്, കേക്ക് തുടങ്ങിയവ ആസ്വദിക്കുന്നു. ഈ ദിവസം കുട്ടികൾക്ക് എത്ര ഐസ്ക്രീം വേണമെങ്കിലും കഴിക്കാം എന്ന് തമാശയായി പറയാറുണ്ട്. ഈ ആഘോഷം ദേശീയ ദിനം മാത്രമല്ല, കുടുംബങ്ങൾ ഒന്നിച്ചു കൂടുന്ന ദിവസവുമാണ്. ആളുകൾ സുഹൃത്തുക്കളെയും അയൽക്കാരെയും കാണുന്നു. സംഗീതം, നൃത്തം, ചിരി, സന്തോഷം എല്ലായിടത്തും കാണാം. നോർവേയുടെ ദേശീയ ദിനം നമ്മെ ഒരു നല്ല പാഠം പഠിപ്പിക്കുന്നു. ഒരു രാജ്യത്തിന്റെ ശക്തി ആയുധങ്ങളിലും ശക്തിയിലും മാത്രമല്ല, കുട്ടികളിലും വിദ്യാഭ്യാസത്തിലും ജനാധിപത്യത്തിലും ഐക്യത്തിലുമാണ്. ഞാൻ ഇന്ത്യയിൽ നിന്ന് വന്ന ആളായതിനാൽ ഇന്ത്യയിലെ ദേശീയ ആഘോഷങ്ങളെയും നോർവേയിലെ മെയ് 17 ആഘോഷത്തെയും താരതമ്യം ചെയ്യുമ്പോൾ ഒരു പ്രത്യേക വ്യത്യാസം ഞാൻ കാണുന്നു. ഇവിടെ കുട്ടികളുടെ സന്തോഷവും ജനങ്ങളുടെ പങ്കാളിത്തവും വളരെ മനോഹരമാണ്. അവസാനമായി പറയേണ്ടത്, മെയ് 17 ഒരു അവധി ദിവസം മാത്രമല്ല, സ്വാതന്ത്ര്യവും ജനാധിപത്യവും ഐക്യവും ആഘോഷിക്കുന്ന ഒരു ദിനമാണ്. നന്ദി. ഇനി ഞാൻ മെയ് 17 ചരിത്രത്തെക്കുറിച്ച് കൂടുതൽ പറയാം. 1814 മുമ്പ് നോർവേ വളരെ വർഷങ്ങൾ മറ്റു രാജ്യങ്ങളുടെ ഭരണത്തിന് കീഴിലായിരുന്നു. ദീർഘകാലം നോർവേയും ഡെൻമാർക്കും ഒരുമിച്ചായിരുന്നു. പിന്നീട് രാഷ്ട്രീയ മാറ്റങ്ങൾ വന്നപ്പോൾ നോർവേക്ക് സ്വന്തം ഭരണഘടന ഉണ്ടാക്കാനുള്ള അവസരം ലഭിച്ചു. അതിനായി രാജ്യത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ ഒന്നിച്ചുകൂടി. അവർ എന്ന സ്ഥലത്ത് യോഗം ചേർന്നു. അവിടെ അവർ രാജ്യത്തിന്റെ ഭാവിയെക്കുറിച്ച് ചർച്ച ചെയ്തു. അവസാനം 1814 മെയ് 17 ഭരണഘടന തയ്യാറാക്കി ഒപ്പുവെച്ചു. അന്നു മുതൽ നോർവേ ഒരു പുതിയ യാത്ര ആരംഭിച്ചു. നോർവേയുടെ ഭരണഘടന ലോകത്തിലെ ഏറ്റവും പഴക്കമുള്ള ഭരണഘടനകളിൽ ഒന്നാണെന്ന് പറയപ്പെടുന്നു. ഇന്നും അത് രാജ്യത്തിന്റെ ജനാധിപത്യ മൂല്യങ്ങളുടെ അടിത്തറയാണ്. ചില രസകരമായ കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ, മെയ് 17 ആളുകൾ വളരെ നേരത്തെ എഴുന്നേൽക്കും. ചില സ്ഥലങ്ങളിൽ രാവിലെ തന്നെ സംഗീത ബാൻഡുകൾ ഉണ്ടാകും. പല വീടുകളിലും നോർവേയുടെ പതാക ഉയർത്തും. സ്കൂളുകളും നഗരങ്ങളും വിവിധ പരിപാടികൾ സംഘടിപ്പിക്കും. ചില കുട്ടികൾക്ക് ഈ ദിവസം
ഏറ്റവും സന്തോഷം നൽകുന്നത് പരേഡല്ല, കൂടുതൽ ഐസ്ക്രീം കഴിക്കാനുള്ള അവസരമാണ്. ഇവിടെ നോർവേയിലെ കുടുംബങ്ങള്, കുട്ടികള്, സന്തോഷം എന്നിവയ്ക്ക് നൽകുന്ന പ്രാധാന്യം വളരെ വലുതാണ്. ഇവരുടെ ആഘോഷ രീതിയും ആ രാജ്യസ്നേഹവും അഭിമാനവും ഒരുപോലെയാണ്. ഒരു രാജ്യത്തിന്റെ ശക്തി അതിൻ്റെ സൈനിക ശക്തിയിൽ മാത്രമല്ല, ജനങ്ങളുടെ ഐക്യത്തിലും വിദ്യാഭ്യാസത്തിലും കുട്ടികളുടെ സന്തോഷത്തിലും കൂടിയാണ്. മെയ് 17 നമ്മെ ആ പാഠം പഠിപ്പിക്കുന്നു. നോർവേ പ്രകൃതി സൗന്ദര്യത്തിന് വളരെ പ്രശസ്തമായ രാജ്യമാണ്. മലകളും തടാകങ്ങളും ഫോർഡുകളും ഫ്യോർഡുകളും മഞ്ഞുമലകളും ചേർന്ന് നോർവേക്ക് ഒരു പ്രത്യേക ഭംഗിയുണ്ട്. നോർവേയെ ലോകത്തിലെ ഏറ്റവും സന്തോഷമുള്ള രാജ്യങ്ങളിൽ ഒന്നായി പല റിപ്പോർട്ടുകളിലും കാണാറുണ്ട്. അതിന് കാരണം ഇവിടെ ജീവിത നിലവാരവും വിദ്യാഭ്യാസവും ആരോഗ്യ സംരക്ഷണവും സാമൂഹിക സുരക്ഷയും വളരെ നല്ലതാണ്. നോർവേയിലെ ആളുകൾ പ്രകൃതിയോട് വളരെ അടുപ്പമുള്ളവരാണ്. അവധി ദിവസങ്ങളിൽ കുടുംബമായി പുറത്തു പോകാനും മല കയറാനും നടക്കാനും അവർ ഒരുപാട് അതിനായിട്ട് ഡെഡിക്കേറ്റഡ് ആവാറുണ്ടെന്ന്, സമയം അവർ അതിനായിട്ട് കൊടുക്കാറുണ്ടെന്ന് ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ കഴിഞ്ഞ വർഷമാണ് മെയ് 17 ആഘോഷിക്കുന്നത്. അപ്പം എനിക്ക് ഈ ഒരു അനുഭവം വളരെയധികം പ്രിഷ്യസായിരുന്നു. കാരണം എല്ലാവരും ആളുകൾ പാട്ട് പാടിയും ചിരിച്ചും സന്തോഷത്തോടെ ഇങ്ങനെ ഈ ഒരു പരേഡ് ആസ്വദിക്കുന്നത് കാണുമ്പോൾ അത് ആ പിള്ളേരെ സന്തോഷിപ്പിക്കുന്നതും അതൊക്കെ വളരെയധികം മനോഹരമാണ്. നമുക്ക് മനസ്സിന് ഒരുപാട് സന്തോഷം തരുന്ന ഒരു മൊമെൻ്റാണ്. അത് ഒന്നും പറയാനില്ല, സൂപ്പറായിരുന്നു. കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പണ്ടത്തെ യൂറോപ്യൻ പശ്ചാത്തലം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 1800-കളിലെ യൂറോപ്യൻ വലിയ യുദ്ധങ്ങളിലായിരുന്നു. നെപ്പോളിയൻ യുദ്ധങ്ങൾ കാരണം രാജ്യങ്ങളുടെ അതിരുകൾ മാറുകയായിരുന്നു. അന്ന് നോർവേ ഡെൻമാർക്കുമായി യൂണിയനിലായിരുന്നു. 1814 വലിയ മാറ്റത്തിൻ്റെ വർഷം. നെപ്പോളിയൻ യുദ്ധത്തിൽ ഡെൻമാർക്ക് തോൽക്കുന്നു. അതിൻ്റെ ഫലമായി നോർവേ സ്വീഡനിലേക്ക് കൈമാറപ്പെടുന്നു. പക്ഷേ നോർവേ ജനങ്ങൾ അതിനെ അംഗീകരിച്ചില്ല. അവർ സ്വയം ഒരു ഭരണഘടന എഴുതാൻ തീരുമാനിച്ചു. അങ്ങനെയാണ് ഇതുണ്ടാവണേന്ന് ഞാൻ ഇങ്ങനെ കുറേ അയക്കുന്നതൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. സംഭവം ഇതന്നെയാണ് മെയിൻ ഇതിൻ്റെത്. പിന്നെ അവരെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഭരണഘടന സ്വന്തമായി ഉണ്ടാക്കി. പിന്നെ അവിടുത്തെ രാജാവിനെ തിരഞ്ഞെടുത്തു. പിന്നെ അവരത് സ്വതന്ത്ര രാജ്യമായി പ്രഖ്യാപിക്കുകയാണ് ഉണ്ടായത്. പിന്നെ എന്താ ഭരണഘടന എന്നത് ഒരു രാജ്യത്തിൻ്റെ നിയമങ്ങളുടെ അടിസ്ഥാന പുസ്തകമാണ്. ജനങ്ങൾക്ക് അവകാശങ്ങൾ, സർക്കാർ എങ്ങനെ പ്രവർത്തിക്കണം, രാജാവിൻ്റെ അധികാരം, അങ്ങനെയൊക്കെയാണ് ഈ കോൺസ്റ്റിറ്റ്യൂഷൻ ബുക്കിൽ ഉണ്ടാവുക. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഈ ഒരു സമയത്തായിരിക്കും ഈ ഓസ്ലോയിൽ ഇത്രയധികം ആൾക്കാരുണ്ടെന്ന് ഞങ്ങൾക്ക് തന്നെ മനസ്സിലാവുക. കാരണം ആ ഇന്നുണ്ടല്ലോ എന്തൊരു തിരക്കായിരുന്നു എന്നറിയോ ഓസ്ലോയിൽ. വളരെയധികം തിരക്കായിരുന്നു. സാധാരണ നമ്മൾ ടൗണിലേക്ക് ഇറങ്ങുകയാണെങ്കിൽ നമുക്ക് ഇത്ര തിരക്കൊന്നും അവിടെ ഫീൽ ചെയ്യില്ല. പിന്നെ കഴിഞ്ഞ പ്രാവശ്യത്തേക്കാളും ഒരുപാട് ആൾക്കാർ ഇതിൽ കൂടിയിട്ടുണ്ടെന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. പിന്നെ കഴിഞ്ഞ പ്രാവശ്യം ഇത്രയധികം ബുണാഡ് ഇട്ടിട്ട് ഞാൻ ആരെയും കാണില്ല. ബുണാഡ് മീൻസ് ഇവരുടെ ട്രഡീഷണൽ ഡ്രസ്സാണ്. അപ്പോൾ കുറേ പേര് ഇതിൽ അറ്റൻഡ് ചെയ്തതും പിന്നെ പിള്ളേരിങ്ങനെ വന്ന് ഡാൻസ് മെത്തേഡിലും അങ്ങനെയൊക്കെ ഞാൻ വളരെയധികം നന്നായിട്ട് ഇപ്രാവശ്യം നല്ല രീതിയിൽ കണ്ടു കേട്ടോ. സൂപ്പറായിരുന്നു, ഒന്നും പറയാനില്ല. പിന്നെ ഞാനൊരു എക്സ്പീരിയൻസ് ചെയ്ത വേറൊരു മൊമെൻ്റ് ഉണ്ടായിരുന്നു. ഇന്നത്തെ ഒരു ദിവസം ഫുള്ള് ഇത് വളരെ ആഘോഷമായിട്ട് കൊണ്ട് നടക്കുന്നുള്ളതാണ്. അപ്പോൾ അത് ഇവരുടെ തന്നെ ഒരു വലിയൊരു പ്രത്യേകതയാണ്.
പരിപാടി അടിപൊളിയാവുണ്ട് കേട്ടോ. കുറേ ആൾക്കാരുണ്ട്. നമുക്ക് മാറ്റം വരെ ഉണ്ട്. എന്തോരം നേരം പരിപാടി ഉണ്ടാകുന്ന അറിയില്ല. അടിപൊളി ബാൻഡ് സെറ്റും കാര്യങ്ങളൊക്കെയാണ്. ഒരു അടിപൊളി ബാൻഡ് സെറ്റ് വരുന്നുണ്ട്. ഓ ആ കൊച്ചു നോക്ക്. അമ്മാമ്മേടെ തരമണ്ടയ്ക്ക് എങ്ങനെ വീണാലേ ഞാൻ നഷ്ടപരിഹാരം കൊടുക്കണ്ടേ. കാണാലോ പോണെങ്കിൽ എനിക്ക് കരുതും അപ്പം പൊങ്ങണെങ്കിൽ പറയാം. ഇതിന്റെ ഇടയിൽ കൂടെ കയറാൻ പറ്റണോ? അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഇനി ഞാൻ വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണാം. ഇങ്ങനെ പിള്ളേരുടെ പരേഡ് കാണാൻ വളരെയധികം മനോഹരമാണ്. നിങ്ങൾ എല്ലാവരും വാച്ച് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ.